Assalamualaikum. Welcome to Zahra's Cooking and Tips. ഇന്ന് നമുക്കൊരു ബട്ടർസ്കോച്ച് പുഡിംഗ് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് വളരെ സിമ്പിൾ ആണ്, അതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പുഡിംഗ് ആണ് ഇത്. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ വീഡിയോ ഞാൻ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്ക് എങ്ങനെയാണ് കാരമലൈസ്ഡ് നട്ട്സ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. പിന്നീട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ബട്ടർസ്കോച്ച് വിപ്പിംഗ് ക്രീം എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. പിന്നീട് ഇതിലേക്ക് ആവശ്യമുള്ള കാരമലൈസ്ഡ് സോസ് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ഇപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് നട്ട്സ് എടുക്കുക. ഇത്ര അധികം നട്ട്സ് ഒന്നും വേണ്ട, പക്ഷെ നമുക്ക് ആവശ്യത്തിന് എടുക്കാം. നമ്മൾ എത്ര ബ്രെഡാണോ യൂസ് ചെയ്യുന്നത് പുഡിങ്ങിന് അതിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ ഒരു 6 ബ്രെഡാണ് യൂസ് ചെയ്യുന്നത്, അതിനനുസരിച്ചാണ് എല്ലാം എടുക്കുന്നത്. ഇനി ഒരു അടി കട്ടിയുള്ള ഒരു പാൻ വെച്ചിട്ട് നമുക്ക് കുറച്ച് ഷുഗർ മെൽറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 1 കപ്പ് ഷുഗറാണ്, അത് മതി, കൂടുതൽ ഷുഗറൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വെള്ളവും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് ഇതിൻ്റെ കളറ് മാറി വരുന്നുണ്ട്. അപ്പോൾ ഇതിന് കംപ്ലീറ്റ് മെൽറ്റ് ആയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് നമ്മൾ മെൽറ്റ് ചെയ്യേണ്ടത്, ഈ ഷുഗർ ഉരുക്കിയെടുക്കേണ്ടത്. അല്ലെങ്കിൽ ഈ ഷുഗർ കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. പതിയെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതിൻ്റെ കളറ് മാറുന്നത് നമുക്ക് കാണാം. ഉണ്ടോ, ഇതിൻ്റെ കളറ് വീണ്ടും മാറിയിട്ട് എന്തായാലും ഒരു 10 മിനിറ്റ് എന്തായാലും ഈ പ്രോസസ്സ് എടുക്കും. ഇപ്പോൾ നമ്മളിവിടെ തയ്യാറാക്കുന്ന കാരമൽ നട്ട്സ് ആണ്. അപ്പോൾ നമുക്കിതിലേക്ക് വേണമെങ്കിൽ കപ്പലണ്ടി യൂസ് ചെയ്യാം, അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. ഞാനിവിടെ 2 നട്ട്സ് യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടോ നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട്, ഇതിൻ്റെ കളറ് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നട്ട്സ് ആഡ് ചെയ്യാം. ഈ നട്ട്സ് ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ട് മിക്സ് ചെയ്യുക. കൂടുതൽ നേരം ഇട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ ജസ്റ്റ് ഈ കാരമൽ ആയതിനു ശേഷം നമുക്ക് നട്ട്സ് ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കും ഈ കാരമൽ സോസ് ഒഴിച്ചു കൊടുക്കാവുന്നുള്ളൂ. ഞാനിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തൊന്ന് മാത്രം. നല്ല കളർഫുള്ളായിട്ട് നല്ല ബട്ടർസ്കോച്ച് നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ പുഡിംഗ് ഉണ്ടാക്കാൻ ഇതിൻ്റെ എസൻസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ബട്ടർസ്കോച്ച് എസൻസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി. ഇനി ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുക്കുക, അതിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള നട്ട്സ് മാറ്റുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഫോയിൽ പേപ്പർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തത്. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഫോയിൽ പേപ്പറാണ്. പിന്നെ ബട്ടർ പേപ്പർ ഒന്നും യൂസ് ചെയ്യേണ്ട, ബട്ടർ പേപ്പറിലെല്ലാം ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്, പിന്നെ അത് മാറ്റാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഒന്നുകിൽ പ്ലേറ്റ് എടുക്കുക അല്ലെങ്കിൽ ഫോയിൽ പേപ്പർ എടുക്കുക. ഇനി ഇത് 5 അല്ലെങ്കിൽ 10 മിനിറ്റ് തണുക്കാൻ വെക്കുക. തണുത്തതിന് ശേഷം നമുക്കിത് പ്ലേറ്റിൽ നിന്നും മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മൾ മാറ്റിയിട്ടുള്ള കാരമൽ നട്ട്സ്. ഇനി ഇതൊരു കവറിലിട്ടിട്ട് പൊടിച്ചെടുക്കുക. അല്ലെങ്കിൽ നമുക്ക് മിക്സി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മിക്സിയിലാകുമ്പോൾ അത് വല്ലാതെ പൗഡേർഡ് ആവും. അപ്പോൾ നമുക്കൊരു കവറിലൊക്കെ ഇട്ട് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ക്രംസ് ആയിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ കൂടുതൽ പൊടി ആവുകയും ഇല്ല. പിന്നെ നല്ല പൊടി ആവണം എന്നുണ്ടെങ്കിൽ നമുക്കിത് മിക്സിയിൽ തന്നെ ഇടേണ്ടി വരും. ഇതാണ് അപ്പോൾ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള കാരമലൈസ്ഡ് നട്ട്സ്. ഇത് തന്നെയാണ് നമുക്ക് ഐസ്ക്രീമൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്നത്. ഇനി നമുക്കൊരു മറ്റൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 3/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. ഇത് നല്ലപോലെ ബീറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി വീണ്ടും നമ്മൾ 1 കപ്പ് ഷുഗർ എടുക്കുക. അത് അടി കട്ടിയുള്ളൊരു പാനിലിട്ടിട്ട് വീണ്ടും മെൽറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം മെൽറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇതും മെൽറ്റ് ചെയ്തെടുക്കേണ്ടതാണ്.
അത് മെൽറ്റായി ലിക്വിഡ് ഫോമിലായിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന സോസാണ് കേട്ടോ, കാരമലൈസ്ഡ് സോസാണിത്. ഞാൻ ഇതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതൊന്ന് ലൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നത്. ഇതിൻ്റെ കളറും മാറിക്കിട്ടും. നമുക്കൊരു ബട്ടർ സ്കോച്ചിൻ്റെ ശരിക്കുള്ള കളർ നമുക്കിവിടെ ഇതിലേക്ക് നമുക്ക് ബട്ടർ ആഡ് ചെയ്യാം. ബട്ടർ ഒരു ടീസ്പൂൺ ആഡ് ചെയ്താൽ മതി. ഇനി ബട്ടർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഒരു ബട്ടറിൻ്റെ ഫ്ലേവർ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ കാരമലിനോട് കാരമൽ ഫ്ലേവർ നമുക്ക് ലഭിക്കുന്നതാണ്. ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക. അതുകൊണ്ട് നല്ലൊരു കളറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇവിടെയാണ് ബ്രെഡ് എടുത്തിട്ടുണ്ട്, സൈഡ് കട്ട് ചെയ്യണം. ഞാനിവിടെ ഒരു 6 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഈ ബ്രെഡ് നമുക്ക് ഈ കാരമൽ സോസിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലൊരു പ്ലേറ്റിലേക്ക്, ഞാനിവിടെ ശരിക്കും ഇവിടെ ഗ്ലാസ് വെസലാണ് നല്ലത്, പക്ഷെ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ ഒരു വെസൽ യൂസ് ചെയ്തു. ഇത് ഡിപ്പ് ചെയ്തതിന് ശേഷം ഈ പ്ലേറ്റിലേക്ക് വെക്കുക. അപ്പോൾ ഇത് ഡിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു സൈഡ് മാത്രം ഡിപ്പ് ചെയ്താൽ മതി, 2 സൈഡ് ഡിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ കാരമൽ സോസ് ഹാർഡ് ആവുന്നതിന് മുമ്പ് നമ്മൾ ഈ പ്രോസസ്സ് കഴിയണം. ഈ ബ്രെഡ് ഇതിൽ ഡിപ്പ് ചെയ്ത് വെക്കുന്ന ഇത് തീർത്തിരിക്കണം. പെട്ടെന്ന് ഇത് ഈ സോസ് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ഇതിനകത്തേക്ക് കീപ്പ് ചെയ്യണം. അങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യുക. ഉണ്ടോ വേണ്ടത് കംപ്ലീറ്റ് സോസ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന സോസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതുള്ളൂ. ഇവിടെ 6 പീസ് ബ്രെഡാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള വിപ്പിംഗ് ക്രീം എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂണ് ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് ഒഴിച്ച ഉടനെ നമ്മൾ നല്ല പോലെ മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്ത് നല്ല കളർഫുള്ളായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാരമൽ നട്ട്സും ആഡ് ചെയ്യുക. എന്നിട്ടത് വീണ്ടും മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഈ കാരമൽ സോസ് ഡിപ്പ് ചെയ്ത ബ്രെഡിൻ്റെ മുകളിലേക്ക് ഈ കാരമൽ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം. വിപ്പിംഗ് ക്രീം നല്ല പോലെ ഒരു മിക്സ് ചെയ്തതിന് ശേഷമാണ് ആഡ് ചെയ്യേണ്ടത്. നല്ലപോലെ എന്നിട്ട് സ്പ്രെഡ് ചെയ്യണം. എല്ലായിടത്തും ഒരുപോലെ സ്പ്രെഡ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് നല്ല വൃത്തിയായിട്ട് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കാരമൽ നട്ട്സ് എല്ലാം ആഡ് ചെയ്യാവുന്നതാണ്. ഇതൊരു ഗ്ലാസ് വെസലിലാണെങ്കിൽ ഒന്നും കൂടി ഉഷാറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. നമുക്ക് പല ഷേപ്പിലും ഡെക്കറേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇഷ്ടം പോലെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം കാരമൽ നട്ട്സുമായിട്ട്. അപ്പോൾ ഇവിടെ സ്ക്വയർ ആണെങ്കിൽ നമുക്ക് സ്ക്വയർ രൂപത്തിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ സൈഡിൽ മാത്രം നമുക്ക് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ സെൻറ്ററിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇഷ്ടം പോലെയാണ്. ഇനി ഇത് നമുക്ക് ആഡ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്കിത് കഴിക്കുമ്പോൾ ഇതിൻ്റെ ക്രംസ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അതിനുശേഷം ഇത് നമ്മൾ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കണം. ഇത് ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഫ്രിഡ്ജിൽ സാധാ തണുപ്പുള്ള ഭാഗത്ത് തന്നെ വെക്കാവുന്നതാണ്. 2 മണിക്കൂർ നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്യാൻ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതുള്ളൂ. ഇപ്പോൾ ഇതെല്ലാം നമുക്ക് വീട്ടിൽ അവൈലബിൾ ആണ്. സെറ്റ് ചെയ്തതിന് ശേഷമുള്ള നമ്മുടെ ബട്ടർ സ്കോച്ച് പുഡിംഗ് ആണിത്. ഇനി ഇത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിപ്പോൾ ഗ്ലാസ് ബൗളിലാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് എടുക്കാവുന്നുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.